ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ കറുപ്പും കറുപ്പിട്ടിട്ട് ഈ ഫാമിലി മൊത്തമായിട്ട് എങ്ങോട്ടേക്കാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ വെറുതെ എന്നപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും വെറുതെ ഇരിക്കല്ലെന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാനുള്ളത്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു സംഭവമായിരുന്നു ഒരു പർദ്ദ ഡേറ്റ് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മെയിൻ പ്ലാനിങ് പറയുന്നത് പർദ്ദ ഇടുക, നേരെ പോവുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലോ പർദ്ദ ഇട്ടിട്ട് എങ്ങനെ നടക്കണം പോലും നല്ലോണം അറിയില്ല കേട്ടോ. പർദ്ദ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ഗൈസ്. എന്നെ നോക്കണോ പർദ്ദ നോക്കണോ ഉള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് നല്ല സെറ്റായിട്ട് കുത്തി ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ റോട്ടിലേക്ക് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ചാണകപ്പറിച്ച് ലുക്കായി പോയിട്ടോ. അത് പിന്നെ എനിക്ക് മാത്രം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. അങ്ങനെ പിന്നെ അതാ മാനാഞ്ചിറയിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോഴോ നടന്നിട്ട് എൻ്റെ കാലിൻ്റെ 2 ചിഹ്നം വരലും അങ്ങോട്ടേക്ക് മുറിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു വലിയ ചെറിയ തലയിൽ ഒതിച്ച ആ ഒരു ബുദ്ധി കാരണം ഞാനൊരു ഹാക്ക് അങ്ങോട്ടേക്ക് അവിടുന്ന് സഡനായിട്ട് കണ്ടുപിടിച്ചു ഗൈസ്. 2 ഇല വെക്കുക, ഇല വെച്ചിട്ട് കാലങ്ങോട്ട് കവർ ചെയ്യുക, എന്നിട്ട് ചെരുപ്പിട്ട് നടക്കുക. അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ നടന്നത്. ഇവിടെ ആണെങ്കിലും മൊത്തം കപ്പിൾസിനെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു കേട്ടോ. കപ്പിൾസിൻ്റെ അശ്ലീല രംഗങ്ങൾ കണ്ടിട്ട് സിംഗിളായ എനിക്ക് സങ്കടവും രോദനവും വന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് നേരെ ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടോ. മമ്മീനെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഈ കാണുന്നതാട്ടോ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഞാൻ എൻ്റെ സിംഗിളായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കാമല്ലോ വിചാരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. രജനീകാന്ത് കണ്ണാടി ഇടുമ്പോൾ കുറച്ച് മാസമായിട്ട് ഇടാലോ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ നേരെ പോയിട്ട് കണ്ണിലേക്കാണ് കുത്തിയത്. രജനീകാന്ത് ആയില്ലെങ്കിൽ ഒരു കാന്തെങ്കിലും അയക്കണമെന്ന് ഞാൻ അങ്ങോട്ട് സ്വയം വിശ്വസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പണ്ട് മുതൽക്കേ തിരിയാൻ അറിയില്ല ഗൈസ്. സാധാരണ എല്ലാവരും നല്ല സെറ്റായിട്ട് തിരുമ്പോൾ ഞാൻ തിരുമ്പോൾ മാത്രം കയറില്ലാത്ത പമ്പരം പോലെ കേട്ടോ. അതെന്താ ഉള്ളത് എനിക്ക് ഇന്നും മനസ്സിലായില്ല കേട്ടോ. എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടുന്ന് തിരിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പുറത്തെ തൊടിയിലായിരിക്കും കേട്ടോ എത്താം. ഇന്ന് മൊത്തം ആനാഞ്ചിറയിൽ ഈ ഒറ്റൊരു ക്ലാസ്സും വെച്ച് മെയിൻ ആവല കേട്ടോ എൻ്റെ മെയിൻ പരിപാടി. ഇങ്ങനെങ്കിലും ഞാൻ വാങ്ങുന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറേ സാഹസിക പ്രവർത്തികൾ അങ്ങോട്ടേക്ക് ചെയ്തു ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒന്ന് വന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സാഹസിക പ്രവർത്തികളും എൻ്റെ വീഡിയോ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഗൈസ്. പിന്നെ അതാ കുറേ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സേപ്പൂരി അങ്ങോട്ടേക്ക് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഒരു സേപ്പൂരി അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു കേട്ടോ. സേപ്പൂരി അങ്ങോട്ട് വന്നപ്പോഴാട്ടോ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പവറായിട്ട് അങ്ങോട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ പിന്നെ ഒരു കഴിക്കുന്ന വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചത്. സാധാരണ സേപ്പൂരി കഴിക്കുന്ന സമയത്ത് നല്ല സെറ്റായി വരുന്നതായിരുന്നേ. ഇന്ന് വീഡിയോൻ്റെ സമയത്ത് എടുത്തതിനെ കൊണ്ട് അത് തോന്നുന്നുണ്ട് പവർ പോയിട്ട് പറി പോലും ആയിട്ടില്ല. അമ്മാതിരി പറയായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ അതങ്ങോട്ടേക്ക് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നേരെ ഫോക്കസിലേക്ക് പോകാമല്ലോ വിചാരിച്ചിട്ടോ. കാലാണെങ്കിൽ പറഞ്ഞിട്ട് ഭയങ്കര വേദന. അപ്പോൾ പിന്നെ അവിടെ വീണ് കിട്ടിയ ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങോട്ടേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫോക്കസിലേക്ക് പോയത്. എനിക്കല്ലെങ്കിലും ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഹാക്കൊക്കെ അങ്ങോട്ടേക്ക് കിട്ടും കേട്ടോ. ഫോക്കസിലേക്ക് എന്തിനാണ് വന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് വീഡിയോസ് എടുക്കണം, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അതിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതാ ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലായിട്ടോ. നമ്മളെ പോലത്തെ ഇങ്ങനത്തെ പ്രാന്ത് നിങ്ങൾക്ക് ഉണ്ടോ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വീട്ടിൽ കുറച്ച് നേരം അധികം ഇരിക്കുമ്പോൾ അപ്പം ഇങ്ങനത്തെ ഓരോരോ ഐഡിയകൾ വരും കേട്ടോ. എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടണം എന്നുള്ള ഏക ഉദ്ദേശം വെച്ചിട്ടായിരിക്കും കേട്ടോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക. ഞങ്ങൾക്കൊരു ഡെയിലി പുറത്തേക്ക് പോകാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി പുറത്തേക്ക് പോകും കേട്ടോ. കാരണം ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ കേട്ടോ. എല്ലാ ദിവസവും കറങ്ങാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെയാണുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ ഫോക്കസിൽ നിന്ന് കുറേ അങ്ങോട്ടേക്ക് വീഡിയോസ് എടുത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തേരാപ്പാരൊക്കെ നടന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല കേട്ടോ. എന്തിനാ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് വന്നത് ഫോട്ടോസും വീഡിയോസിനായിരുന്നു. ആ 2 സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ. വെറുതെ അങ്ങനെ നടന്ന് കളിക്കായിരുന്നേ. പിന്നെ അത് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങോട്ടേക്ക് എത്തിയ. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ദാഹം ഗൈസ്. അങ്ങനെ പിന്നെ അത് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങളെ ബസ്സാണെങ്കിൽ ഒരു ഒലക്കമത്തെ ബസ്സാട്ടോ. നേരത്തെ കാലത്ത് അങ്ങോട്ടേക്ക് കയറി വീട്ടിലേക്ക് പോകും കേട്ടോ. വരാനാണെങ്കിലും അത്രക്കും തിരക്കായിരിക്കും. അപ്പോൾ ഇന്നും ഞങ്ങളെ ബസ് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ പിന്നെ നേരെ അരീക്കാട് ബസ്സായിരുന്നു കേട്ടോ പിടിച്ചത്. അങ്ങനെ എന്നത്തെയും പോലെ അതാ ബസ് കയറി അരീക്കാട് അങ്ങോട്ടേക്ക് പോയി. ഇവിടെ ആണെങ്കിലോ ഒടുക്കത്തെ ബ്ലോക്ക് കേട്ടോ. ബ്ലോക്ക് കാരണം ബസ് അങ്ങോട്ട് നീങ്ങുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അരീക്കാട് എത്തി. പിന്നെ സ്ഥിരം പരിപാടി കേട്ടോ. കുർക്കുറ വാങ്ങാം, അത് വാങ്ങി അങ്ങോട്ട് തിന്ന് നടക്കുക കേട്ടോ. ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ എൻഡിങ് ഈ കാണുന്ന കുർക്കുറയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. കുർക്കുറ ഡെയിലി തിന്നെങ്കിലും ഈ പാക്ക് പൊളിക്കാൻ എനിക്ക് തീരെ അറിയില്ല കേട്ടോ. ഞാനെപ്പോൾ പൊളിച്ചു കഴിഞ്ഞാലും ഒന്നെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കുന്ന കവർന്ന് ഒരു പകുതി വരും, അല്ലെങ്കിൽ ഞാൻ വാങ്ങിയെന്നൊരു പകുതി വരും കേട്ടോ. അതെനിക്ക് പൊളിക്കാനേ അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് നടന്നിട്ട് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പോയത് നല്ലതുപോലെ ആണെങ്കിലും തിരിച്ചു വരുമ്പോൾ പറിച്ച് ലുക്കായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുള്ളൂ. ബൈ ടാറ്റാ, സീ യു.